സോ വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഷോർട്ട് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്തത് ബജാജിൽ. നമ്മൾ ഷോർട്ട് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് 5902 ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 27 പോയിൻറ്റ്സ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ടാർഗറ്റ് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ, ഇത് മിനിമം ലോസ് സ്ട്രാറ്റജി ആണ്. പക്ഷേ ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്പിൾ റീസൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കാണാൻ പറ്റിയൊരു ഫ്ലാഗ് പോലത്തെ ഒരു പാറ്റേൺ. ഈ ഒരു ആംഗിളിലാണ് ഈ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. ഒരു അപ്വേർഡ് ആംഗിളാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ആംഗിളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒരു ബ്രേക്ക് ഡൗൺ വരാനാണ് ചാൻസ് കൂടുതൽ. മേലോട്ട് പോകുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ചാൻസ് താഴോട്ട് വരുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ആ ഒരു എൻട്രി മിസ്സായി. ഈ ഒരു ഏരിയയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് നടന്നു. റീട്രേസ്മെൻറ്റിലെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് മിനിമം സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചേക്കുന്നത്. വളരെ ഈ ഒരു ക്യാൻഡലിൻ്റെ മേലെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഹിറ്റാവാനുള്ള പ്രോബിലിറ്റി കുറവാണ്. ഹിറ്റായാലും എനിക്കൊരു 800 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ ഇനിഷ്യലി. പക്ഷേ ഈ ഒരു ഏരിയ, ഈ ഒരു കീ ലെവൽ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. റൈറ്റ് നൗ എനിക്ക് തോന്നുന്നു 300 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ലെറ്റ്സ് ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുന്ന നോക്കാം. പിന്നെ വേറൊരു റീസൺ കൂടി ഉണ്ട്. നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇതൊരു നല്ല റിജക്ഷൻ ക്യാൻഡിലാണ്. അപ്പോൾ അതും ഒരു നല്ല ബെയറിഷ് സിഗ്നലാണ് തന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഫിബൊനാച്ചി യൂസ് ചെയ്താലും സെയിം കീ ലെവൽ കിട്ടും. ഓക്കെ, സോ ഫിബ് ഓക്കെ, റീട്രേസ്മെൻറ്റ് വന്നിരിക്കുന്നത് എക്സാക്ട്ലി 0.382 ലെവലാണ്. ഓക്കെ, ഈ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 0.382 ലെവലാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 0.5 മേലെയാണ്. സോ ഇതൊക്കെയാണ് റീസൺസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മൾട്ടിപ്പിൾ റീസൺസ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു മിനിമം ലോസ് സെറ്റപ്പിലും നമ്മുടെ എൻട്രിയും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ മൾട്ടിപ്പിൾ റീസൺസ് വെച്ചാണ് എൻട്രി ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മൂവ്മെൻറ്റ് വരുന്നുണ്ട്. 700 റുപ്പീസോളം പ്രോഫിറ്റ് നമുക്ക് എന്തായാലും ട്രെയിൽ ചെയ്യാം. ഈ ഒരു കീ ലെവൽ ടേക്ക് ഔട്ട് ചെയ്തില്ല, എന്നാലും നമ്മൾ വേറൊരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ ടൈമായി. ഓക്കെ, 27 പോയിൻറ്റ്സ് ആണ് ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ്. നമുക്കത് മാറ്റിയിട്ട് 10 പോയിൻറ്റ്സ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ 5913 രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ്. 5913. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും വലിയ ലോസ് വരത്തില്ല. 300 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം ഈ ട്രേഡ്. ലെറ്റ്സ് ഈ ട്രേഡ് എങ്ങനെ പോകാമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റിസ്ക് റിവാർഡ് എനിക്ക് തോന്നുന്നു 3.5 മേലെയായി. 1:4 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 1:4 ആയി നമ്മൾ ട്രെയിൽ ചെയ്തതിന് ശേഷം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ 1:1.5 2 അടുപ്പിച്ച്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് രണ്ടാമത്തെ ട്രെയിൽ ചെയ്തതിന് ശേഷം ഒരു ഫോള് വന്നിട്ട് പിന്നെ ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ വന്നതാണ്. ഓക്കെ, അതൊന്നും പ്രശ്നമായില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പക്കയായതുകൊണ്ട് തന്നെ അത് ഹിറ്റായിട്ടില്ല. അപ്പോൾ ഇനി ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. നമുക്കിനി റിസ്ക് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഞാനപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് എൻട്രിയിൽ വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ എനിക്ക് ലോസ് വരാനില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും 1300 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ലെറ്റ്സ് ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് ആണ് ഞാൻ എൻട്രി എടുക്കാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 50+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്
എൻ്റെ സ്ട്രാറ്റജി, പ്രൈസ് ആക്ഷൻ, അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എല്ലാം ലൈവ് ട്രേഡാണ്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ട്രേഡ് 0 ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഒരു ലോസ് പൊട്ടൻഷ്യൽ എന്തായാലും ഇല്ല. അപ്പോൾ നമ്മുടെ ട്രേഡ് എൻഡായി. ഓക്കെ, നല്ലൊരു ട്രേഡ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് മിസ്സായി, ജസ്റ്റ് ഒന്ന് മിസ്സായി. പക്ഷേ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ബിസിയാണ്. നോർമലി ഞാൻ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് വർക്കിലായിരുന്നു, കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് മാർക്കറ്റ് നോക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയി. നമുക്ക് നമ്മുടെ ടാർഗറ്റ് മിസ്സായത് 3000 എന്ന് പറയുന്ന ടാർഗറ്റ് മിസ്സായത് ഒരു 12 പോയിൻറ്റ്സ് 13 പോയിൻറ്റ്സിലാണ് മിസ്സായത്. എന്തായാലും നമ്മൾ തിരിച്ച് കയറിയപ്പോൾ നമ്മൾ എക്സിറ്റായി. ഒരു 1265 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 2500 പ്ലസ് പ്രോഫിറ്റ് വന്നതാണ്. പക്ഷെ അൺലക്കി ആയിപ്പോയി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ലോസ് ആയില്ല. ഈ ആഴ്ചയും ലോസ് ഒന്നുമില്ല. ഈ ഒരു 0 ലോസ് സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നത്തെ വീഡിയോസ് കൂടി കാണുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മുടെ 0 ലോസ് സ്ട്രാറ്റജിയെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി അല്ല, നല്ലൊരു സിസ്റ്റമാണ്. നമ്മുടെ ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ട്രേഡിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. ലോസ് ഇല്ല. നമുക്ക് 1000 രൂപയെ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഞാനിപ്പം 30 ക്വാണ്ടിറ്റി വെച്ചാണ് ട്രേഡ് ചെയ്തത്. ചെറിയ ക്വാണ്ടിറ്റി ആണ്. നോർമലി ഞാൻ ട്രേഡ് ചെയ്യുന്നതിനെക്കാട്ടിയും വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് അടുത്ത മാസം തൊട്ട്, അല്ലെങ്കിൽ പ്രോബബ്ലി ഒരു ആഫ്റ്റർ 2 വീക്സ് ക്വാണ്ടിറ്റി കൂട്ടി ട്രേഡ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് സി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.